വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട്. അവന് വേണ്ടി അവന്റെ അപ്പൻ ചിലത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ചിന്ത അവനുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വരേണ്ടത് എനിക്ക് തരണമെന്ന് അവൻ അവകാശപ്പെട്ടത്. ഓ മൈ ഗോഡ്. മുടിയനായ പുത്രൻ റിജക്ട് ചെയ്ത് പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അവനാകെ ചെയ്ത തെറ്റ് പിതാവിനേക്കാൾ കൂടുതൽ അനുഗ്രഹത്തെ സ്നേഹിച്ചതാ. ദാതാവിനേക്കാൾ കൂടുതൽ ദാനത്തെ സ്നേഹിച്ചതാ. അനുഗ്രഹിക്കുന്നവനേക്കാൾ കൂടുതൽ അനുഗ്രഹത്തെ സ്നേഹിച്ചതാ. സ്തോത്രം. ദൈവത്തെക്കാൾ കൂടുതൽ, പിതാവിനേക്കാൾ കൂടുതൽ അവന്റെ നന്മകളെ സ്നേഹിച്ചതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നാൽ അവനിലുള്ള ചില നന്മകൾ നിങ്ങൾ കേൾക്കുക. നിങ്ങളും അവന്റെ ചില ഗുണങ്ങൾ ഏറ്റെടുക്കുക. അവന്റെ പിതാവ് അവന് വേണ്ടി ഒരുക്കി വെച്ചതിനെ കുറിച്ച് അവന് ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ അപ്പനോട് എനിക്കുള്ളത് തരാൻ ചോദിച്ചത്. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഓ മൈ ഗോഡ്. ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നന്മയെ കുറിച്ച്, ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഭൗതിക അനുഗ്രഹത്തെ കുറിച്ച്, ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് ചിന്തയുണ്ട്? അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ അത് തോന്നിയിട്ടില്ല. വായി തുറന്ന് പറയുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലത് ഒരുക്കിയിട്ടുണ്ട്. പറ പറ പറ. സ്വന്തം കൈ നെഞ്ചത്ത് വെച്ച് നിങ്ങൾക്ക് കേൾക്കത്തക്ക നിലയിൽ ശബ്ദമുയർത്തി പറയണം, ദൈവം എനിക്കായി ചിലത് ഒരുക്കിയിട്ടുണ്ട്, ദൈവം എനിക്കായി ചിലത് കരുതിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്. മോറിയ മല ചവിട്ടി കയറുമ്പോൾ മകനായ ഇസഹാക്ക് ചോദിച്ചു, അപ്പ വിറകും കത്തിയുണ്ട്, യാഗമൃഗം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിയിട്ടുണ്ട്, അവനൊന്നൊരുക്കിയിട്ടുണ്ട്. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പൻ അവന് വേണ്ടി ഒരുക്കി വെച്ചതിനെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. അതവൻ ചോദിച്ചു. ഇന്ന് രാത്രി നിങ്ങൾക്കും അത് ചോദിക്കാം. കാരണം ചോദിച്ചപ്പോൾ അപ്പൻ അവനെ ചുവരിലെടുത്ത് അടിച്ചില്ല, കൊടുത്തു. അത് നിങ്ങളിൽ സംഭവിക്കും. പക്ഷെ അതിനെ ഉപയോഗിക്കുന്ന ക്രമത്തിൽ ഉപയോഗിച്ചാൽ, ഓ മൈ ഗോഡ്, ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവം തടയുന്നില്ല. നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നതിൽ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ദൈവത്തെക്കാൾ കൂടുതൽ നിങ്ങൾ അതിനെ സ്നേഹിക്കരുത്. ദൈവത്തെക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിക്കരുത്. ദൈവത്തെക്കാൾ കൂടുതൽ ഒന്നിനെ സ്നേഹിക്കരുത്. ദൈവത്തെക്കാൾ കൂടുതൽ എന്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നു, അത് വിഗ്രഹമാണ്. ഓ മൈ ഗോഡ്. നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ, നിങ്ങൾ നല്ല വാഹനത്തിൽ യാത്ര ചെയ്തതുകൊണ്ടോ, നിങ്ങൾ നല്ല വീട്ടിൽ പാർക്കുന്നത് കൊണ്ടോ ദൈവത്തിന് ബുദ്ധിമുട്ടില്ല. ദൈവം അത് കണ്ട് സന്തോഷിക്കുന്നു. ഓ, നിങ്ങളുടെ ദുഃഖം കണ്ട്, നിങ്ങളുടെ കരച്ചിൽ കണ്ട്, നിങ്ങളുടെ നിലവിളി കേട്ട് സന്തോഷിക്കുന്ന ഒരു സാഡിസ്റ്റ് അല്ല ദൈവം. പിതാവായ ദൈവത്തെ കുറിച്ച് മക്കളുടെ കൺസെപ്റ്റുകൾക്ക് മാറ്റം വരട്ടെ. വണ്ടർഫുൾ ജീസസ്. നോക്കി, അവന് വേണ്ടി ഒരുക്കി വെച്ചതിനെ കുറിച്ചുള്ള ബോധം അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ അത് ചോദിച്ചു. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള വെളിപ്പാട് നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായി അവനോടത് ചോദിക്കാം. കൈ കൊടുത്ത് പറ, വായടച്ചിരിക്കാതെ ചോദിക്കണം. അത് പറ. പിതാവ് അത് കൊടുത്തു. താങ്ക് യു ജീസസ്. പക്ഷെ അവൻ ചെയ്ത തെറ്റ്, അവന്റെ കയ്യിൽ ലഭിച്ച നന്മകളെ അവൻ അധികം സ്നേഹിച്ചു. ലോകത്തിന്റെ വഴിയിൽ പോയി. ഇനി ഞാൻ വീണ്ടും വരാം. ഈസ് എ ബോൺ അഗൈൻ. ഇവന്റെ കൈ ബൈബിൾ ഉള്ളവനാ. എന്റെ ഭാഷ പറഞ്ഞാൽ ഇവൻ അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോയവനാ. ഇവൻ അപ്പനെ അറിയാത്തവനല്ല. ഓ ഹല്ലേലൂയ. ഇവൻ പന്നിക്കൂട്ടിൽ ചെന്നിരിക്കുന്നു. ഭക്ഷണമില്ലാതെ അവൻ വിശക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു. ലിസൺ ടു മീ. പന്നിക്കൂട്ടിനകത്തിരിക്കുമ്പോ ഇവൻ ചിന്തിച്ചു, എൻ്റെ അപ്പന്റെ ഭവനത്തിൽ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു,
ദൈവത്തെക്കുറിച്ചുള്ള, അപ്പനെ കുറിച്ചുള്ള അവന്റെ വെളിപ്പാട് കണ്ടോ? ഇതാ യേശു പറയുന്നതാ, ഉണ്ടായിരുന്നു, ഇത് സത്യമാ. എന്റെ അപ്പന്റെ ഭവനത്തിൽ കൂലിക്കാർ, ദാസന്മാർ തിന്ന് ശേഷിപ്പിച്ചു. മകനാകുന്ന ഞാൻ ഇവിടെ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. അപ്പോൾ അപ്പന്റെ ഭവനത്തിൽ കൂലിക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ല കൊടുത്തത്, അപ്പന്റെ ഭവനത്തിൽ തിന്ന് ശേഷിപ്പിക്കുന്നു. ദാസന്മാർ തിന്ന് ശേഷിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ മോശയും ഏലിയാവും പ്രവാചകന്മാരും ദാസന്മാരായിരുന്നവർ ഈ ഭവനത്തിൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മകനാകുന്ന ഞാൻ എത്രയധികം. ആ റെവലേഷൻ അകത്ത് കയറുന്നോ? ദാസന്മാർ തിന്ന് ശേഷിപ്പിച്ചു, ദാസന്മാർ തിന്ന് ശേഷിപ്പിച്ചു. മകനാകുന്ന ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. ആ റെവലേഷൻ അകത്തോട്ട് കയറട്ടെ. വണ്ടർഫുൾ ജീസസ്. മകനാകുന്ന ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. അപ്പന്റെ ഭവനത്തിൽ അഡ്ജസ്റ്റ് ചെയ്താ കൊടുക്കുന്നെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ആ ചിന്ത പൊട്ടിക്കണം. ദാസന്മാർ തിന്ന് ശേഷിപ്പിച്ചു. 5 അപ്പവും 2 മീനും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തവനല്ല പിതാവ്. 5 അപ്പവും 2 മീനും എടുത്ത് വർദ്ധിപ്പിച്ച് അധികം വരുത്തി കൊട്ടയിൽ ചുമപ്പിച്ചവനാണ് സ്വർഗത്തിലെ ദൈവം. അടുത്തിരിക്കുന്നവരോട് പറയുക, ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. പറഞ്ഞാട്ടെ 2-3 പേരോട്. വണ്ടർഫുൾ. ദാസന്മാർ തിന്ന് ശേഷിപ്പിച്ചു. പഴയ നിയമ പ്രവാചകന്മാർ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെങ്കിൽ മകനാകുന്ന ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. ഞാൻ ഇവിടെ എഴുന്നേക്കും. ഇതാ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പന്നിക്കൂട് ദൈവം എനിക്ക് വിധിച്ചതാ. ഇത് ദൈവം എനിക്ക് വെച്ച ന്യായവിധിയാ. ഞാൻ ചെയ്തതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാ എന്ന് ചിന്തിച്ച് നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ പിശാച് നിങ്ങളുടെ ചെവിയിൽ പറയും, ഈ പന്നിക്കൂട് നീ ചെയ്തതിനുള്ള ന്യായവിധിയാ. ഇപ്പം നീ അനുഭവിക്കുന്ന കഷ്ടത ദൈവം നിനക്ക് തന്ന ഗിഫ്റ്റാ. പക്ഷെ അപ്പോഴും ഓർക്കണം, ഈ സമൃദ്ധിയിലേക്ക് നിന്നെ കൈപിടിച്ച് കയറ്റാൻ മറുഭാഗത്ത് ഒരപ്പൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ദൈവം എനിക്ക് തന്ന കഷ്ടതയാണ്, ഇത് ദൈവം എനിക്ക് വെച്ചതാണ്. വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് 2 പ്രവാചകന്മാരും നിന്റെ തലേ വന്ന് കൈവച്ച് പറയും, ഇത് പോരാട്ടമാണ്, ഇത് ബന്ധനമാണ്, ഇത് ദൈവം വെച്ചതാ, ഇത് ഒക്ടോബർ കഴിഞ്ഞേ മാറത്തുള്ളൂ. I cast out that devil word in the name of Jesus. No! നിനക്കെപ്പോൾ ഈ പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിന്റെ തലയിൽ വരുന്നോ, പിന്നെ നീ പന്നിക്കൂട്ടിൽ ഇരിക്കരുത്, നീ അവിടെ എഴുന്നേൽക്കുക. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടാൻ, സമൃദ്ധി പ്രാപിക്കാൻ, നന്മ പ്രാപിക്കാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ നിന്റെ ഉള്ളം വെമ്പുന്നെങ്കിൽ ഇത് ദൈവം വെച്ചതെന്ന് ചിന്തിച്ച്, ഇത് പിശാച് വെച്ചത് ചിന്തിച്ച് അവിടെ നിൽക്കരുത്. വണ്ടർഫുൾ ജീസസ്. പൗലോസിന്റെ കയ്യിൽ ഒരു അണലി കിടന്ന് വളഞ്ഞു കടിച്ചു തൂങ്ങിയപ്പോൾ ഒരു അണലി അവന്റെ കൈമേൽ ചുറ്റിയപ്പോൾ ഇത് ദൈവം എനിക്ക് തന്ന ശോധനയാന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നില്ല. അവൻ ആ ജന്തുവിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി ചിലത് കുടഞ്ഞു കളയണം. ഈ പന്തിക്കൂട് ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റാ, എനിക്ക് തന്ന ശോധന, എന്നെ പഠിപ്പിക്കാൻ, എന്നെ പണിയാൻ, എന്നെ കുറച്ചും കൂടെ പ്രാർത്ഥനാ ജീവിതം പഠിപ്പിക്കാൻ ദൈവം എനിക്ക് തന്ന നന്മയാണെന്ന് നീ ചിന്തിക്കരുത്. ചിന്തിച്ചാൽ നീ അവിടെ തന്നെ ഇരിക്കും, ഇതിൽ തന്നെ നീ തുടരും, അവിടം കൊണ്ട് നീ തീരും. പക്ഷെ ഇന്ന് രാത്രി ഈ ദൈവം എന്താണെന്ന് ചിന്തിക്കുക. ദൈവമാണിത് അനുവദിച്ചതെങ്കിൽ, ദൈവമാണിത് നിന്റെ മുമ്പിൽ വെച്ചതെങ്കിൽ ഒരിക്കലും സ്വർഗത്തിലെ ദൈവം നിന്നെ കാത്തിരിക്കത്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ വരട്ടെന്ന് ചിന്തിക്കും. പക്ഷെ അപ്പൻ അവനെ കാത്തിരുന്നത് കാണാം എന്ന് പറഞ്ഞാൽ അർത്ഥം, മോനെ നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല എന്നാ അതിന്റെ അർത്ഥം. നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല. നീ പന്നിക്കൂട്ടിൽ വിശപ്പുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പിതാവായവൻ കാളക്കുട്ടിയെ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നിലയങ്കി വെച്ചിട്ടുണ്ട്, കാലിന് ചെരുപ്പ് വെച്ചിട്ടുണ്ട്, കൈക്ക് മോതിരം വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവം ഒരുക്കിയതിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുക. താങ്ക് യു ജീസസ്. ഈ രോഗം ദൈവം എന്നെ പഠിപ്പിക്കാൻ തന്നതാണെന്ന് ചിന്തിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്,
കാൽവരി ക്രൂശിൽ കർത്താവ് നിനക്ക് വേണ്ടി രക്തമൊഴുക്കിയത്, അവന്റെ ശരീരത്തിൽ അടിപ്പിണരുകൾ ഏറ്റെടുത്തത് നീ രോഗിയായി വലയുന്നത് കാണാനല്ല, നിന്നെ സൗഖ്യമാക്കാനാ. നിന്റെ അവകാശത്തെ നീ തിരിച്ചറിയ. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഇന്ന് രാത്രി നീ ശിശുവായിരിക്കാതെ ആമേൻ പക്വത കാണിക്ക. ദത്തെടുത്തെങ്കിൽ ഇനി അവന്റെ സ്റ്റാൻഡേർഡില്ല, ഇനി അപ്പന്റെ സ്റ്റാൻഡേർഡില്ല. വാവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞത്, കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമ്മളോട് കാണിച്ചു. പ്ലീസ് സ്റ്റാൻഡ് ഇൻ യുവർ ഫീറ്റ്. താങ്ക് യു ജീസസ്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നന്ദി. എല്ലാ കരങ്ങളും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടില്ലാത്തവരിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി. ഇന്നലത്തെ മീറ്റിംഗിൽ കഴിഞ്ഞ ദിവസം ഒന്നും പാസ്റ്റർ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, അവർ കൈ ഉയർത്തി. അവർ മാത്രം ഇനി വന്നേ, ഞാൻ പ്രാർത്ഥിക്കട്ടെ അവർക്ക് വേണ്ടി. വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും. ദുഃഖത്തിൽ എൻ ഭാരത്തിൽ ആശയറ്റ വേളയിൽ വഴിയടയുമ്പോ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശു ആശ്വാസം തൻ കരത്തിനാ, ദൈവശക്തിയാ. സൗഖ്യം നൽകിയിടും യേശു, സൗഖ്യം നൽകിയിടും. ദുഃഖത്തിൽ എൻ ഭാരത്തിൽ ആശയറ്റ വേളയിൽ വഴിയടയുമ്പോ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശു ആശ്വാസം തൻ കരത്തിനാ, ദൈവശക്തിയാ. Thank you, Lord. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to his side. With love and strength for each new day, he will make a way. My God will make a way. By the roadway in the wilderness, he'll lead me. And rivers in the desert will I see. Oh, heaven and earth will fade, but his words will still remain. Oh, he will do something new today. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to his side. With the love and strength for each new day, he will make a way. He will make a Feel the glory. വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും. In the name of Jesus. ഇരുന്ന എൻ ഭാരത്തിൽ യേശു വിടുതൽ നൽകിടും. ആരുമാസംഖ്യം
with the love and strength. Bless and for heal each tonight in the new name of day. Jesus. He will make a way. He will make a way. Heaven and earth may fade, but His words will still remain. Oh, He will do something new today. God will make a way where there seems to be no way. Praise the Lord. He works in ways we cannot see. He will make a ഇപ്പൊ way. കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ലത് എടുക്കുക. My God. കർത്താവിന്റെ വേലയിലേക്ക് വിതക്കുവാൻ ഈ സമയത്ത് നമ്മളെ ഏൽപ്പിക്കും. എല്ലാവരുടെയും കരങ്ങളിൽ തങ്ങളുടെ നല്ല നന്മകളെ എടുത്തുകൊണ്ട് Love and strength for each നമ്മൾ മുന്നമേ കേട്ടതുപോലെ He will make. അവൻ അപ്പന്റെ ഭവനത്തിൽ അവൻ സമൃദ്ധിയുണ്ട്. ആ സമൃദ്ധിക്ക് വേണ്ടി നമ്മളെ തന്നെ ആ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുമ്പോൾ തന്നെ കർത്താവിനോട് ഏറ്റവും നല്ലൊരു നന്മ കരങ്ങളിലെടുത്ത് നമ്മുടെ കരങ്ങളിലെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വേഗത്തിൽ തങ്ങളുടെ കാര്യത്തിൽ അത് എടുത്താട്ടെ. കർത്താവിന്റെ രാജ്യത്തിന് ഏറ്റവും നന്മയായി തീരുമാറാകട്ടെ. 100 മേനി ആമേൻ ഹല്ലേലൂയ. കർത്താവ് നൽകി അനുഗ്രഹിക്കേണ്ടതിന് തങ്ങളുടെ കരങ്ങളിൽ എടുത്താട്ടെ. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നന്മകളെ അവിടെ നിന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഈ നന്മ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും നന്മയ്ക്ക് കർത്താവ് കാരണമാക്കണം. സാമ്പത്തിക ഭാരങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളുടെ വചനത്തിൽ കേട്ടതുപോലെ സാമ്പത്തികമായ വിടുതലുകൾ ആമേൻ മക്കൾ എന്നുള്ള അവകാശം തിരിച്ചറിഞ്ഞ് നന്മകളെ പ്രാപിക്കുന്നവരായി ദിവസം ഞങ്ങൾ മാറുന്നതിനായി സ്തോത്രം. ആമേ കൽപ്പിച്ച നല്ല വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ആമേൻ ഹാല ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ ഈ സ്തോത്ര കാഴ്ച വഴിപാടിനെ അനുഗ്രഹിച്ച് സകല നന്മകളാലും അവിടെ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും. ദുഃഖത്തിൽ വൻഭാരത്തിൽ ആശയറ്റ വേളയിൽ വഴിയടയുമ്പോൾ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശു ആശ്വാസം തൻ കരത്തിനാൽ, ദൈവശക്തിയാൽ. യേശു എന്റെ ആത്മനാഥനെന്നും. ഓ കൈവിടില്ല ഒരു നാളും എന്നെ. ആകാശം ഭൂമി സർവ്വം മാറിപ്പോയാലും മാറില്ല നിന്റെ എന്നിൽ. God make a way where there seems to be no way. He works in ways we cannot see. He will make a way for me, and He will be my guide. Hold me closely to His side with the love and strength for each new day. He will make a way. He will make a way. ദൈവം തന്നു എല്ലാം ദൈവത്തിനധികം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ചേർന്ന് കൊയർ. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. വായികളെ തുറന്ന് താളത്തോടെ. ഹല്ലേലൂയ. പോരാ നമ്മുടെ സാൽമിയ നിവാസികൾ ഒന്നുകൂടെ നല്ലപോലെ ആരാധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ BMW 6 വണ്ടിക്കകത്ത് ദീർഘനാളുകൾ ഓടിച്ചുകൊണ്ടിരുന്നിട്ട് സണ്ണി വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഉള്ള അനുഭവം സലൂൺ വണ്ടിയിൽ കയറിയിരിക്കുന്ന അനുഭവം ആകരുത്.
സ്വതः ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് നൃത്തത്തോടെ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിക്കും. സമ്മതിക്കുന്നു. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവമെല്ലാം തന്നു. ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ട് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ചേർന്ന് പാടുമോ? താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ബന്ധനമഴി ചേർന്ന് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ചേർന്ന് താളമേളത്തോടെ ശക്തിയോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ട് നമ്മൾ ചേർന്ന് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ചേർന്ന് പാടുമോ? താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നുയെല്ലാം സമ്മതിക്കുന്നവർ ശ്വാസം നൽകി, ബലം നൽകി, ആരോഗ്യം നൽകി, ജോലി നൽകി, നല്ല കുടുംബം നൽകി, എല്ലാം നൽകി. അതുകൊണ്ട് ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. സാൽവിയച്ചാൽ താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തെ ശക്തിയുടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. ലക്ഷ കൂടാതെ താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ലക്ഷ കൂടാതെ
ലജ്ജ കൂടാതെ